ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കട്ട് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് കരുനാഗപ്പള്ളിയിലെ നാച്ചുറൽ ബ്യൂട്ടി സലൂണിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന സലൂൺ എന്ന് പറയുന്നത് ഫെയർ സലൂണാണ്. പക്ഷേ നമ്മളിപ്പോൾ കരുനാഗപ്പള്ളിയിലായതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറൽസ് സെലക്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അവരൊരു പ്രൊഫഷണൽ രീതിയിലാണ് അവർ ഹെയർ കട്ടും ഒക്കെ ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ഹെയർ കട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ടൈംസ് ഇവിടെ വന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു നാച്ചുറൽസ് നമുക്ക് ഉണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ പാപ്പനംകോടും ഇപ്പോൾ നാച്ചുറൽസ് തുടങ്ങി. ഞങ്ങൾ അവിടെയും ഒന്ന് വിസിറ്റ് ചെയ്തു മോൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ. ഇതൊരു യൂണിസെക്സ് സലൂണാണ്. അപ്പോൾ കുട്ടികൾക്കും ജെൻസിനും വുമൺസിനും എല്ലാവർക്കും ഇവിടെ വന്ന് ഹെയർ കട്ടൊക്കെ ചെയ്യാം. ഹെയർ കട്ട്, ഹെയർ ട്രീറ്റ്മെൻറ്റ്, ഹെയർ കളറിങ്, ഫേഷ്യൽ, പെഡിക്യൂർ, സ്പാ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാവർക്കും നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ, ഹെയർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും സ്കിൻ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ അക്ഷയുടെ ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്യുകയാണ്. അപ്പോൾ അക്ഷയ ഒരു മോഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോഡലിൽ തന്നെ ആണോ അവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എത്രത്തോളം പെർഫെക്റ്റ് ആകുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവളുടെ കുറച്ച് ലോങ് ആയിട്ട് വളർന്നു. നമ്മുടെ എല്ലാവരുടെയും ലോങ് ഹെയർ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഷോർട്ട് ഹെയർ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഷോർട്ട് ഹെയർ ആണ് നമ്മുടെ ഫേസിന് ചേരുന്നതെന്ന് തോന്നി. അതുകൊണ്ട് നമ്മളെ ഒരു +2 കാലം വരെയും ലോങ് ഹെയർ വളർത്തി ഷോർട്ട് ഹെയറിനോട് ഇപ്പോൾ അമിതമായ ആഗ്രഹം വന്ന് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അക്ഷയ കണ്ടിന്യൂസ് ആയിട്ട് 3 ടൈംസ് ഇവിടെ വന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു മോഡൽ കാണിച്ചു കൊടുത്താലും അതേ രീതിയിൽ അവർ അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഈ പുള്ളിയാണ്. അപ്പോൾ ഈ പുള്ളി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് നോക്കാം. ഈ പുള്ളി നമുക്ക് ഫസ്റ്റാണ്. അതിനു മുമ്പ് വേറൊരു പെണ്ണാണ് ചെയ്തു തന്നിട്ടുള്ളത്. അവിടെ വേറൊരു പെണ്ണാണ്. ഇവരുടെ കസ്റ്റമർ സർവീസൊക്കെ നല്ല രീതിയിലാണ്. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ഹെയറിനുള്ള ഡാമേജും കാര്യങ്ങളും ഏത് ഷാമ്പു യൂസ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ അവർ പ്രിഫർ ചെയ്യും. കാരണം ജസ്റ്റ് ഒരു ഹെയർ കട്ടിൽ തിരികെയല്ല, നമ്മുടെ ഹെയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹെയർ ഡാമേജ് ആണ്, ഷാമ്പു കണ്ടീഷണർ നല്ലതായിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്കവർ പറഞ്ഞു തരും. അത്രയ്ക്ക് സിൻസിയറായിട്ടാണ് ഇവിടെ ഓരോരുത്തരും നിന്ന് വർക്ക് ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. നല്ലൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഹെയർ കട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ ലെയറൊന്നും അല്ല ഈ പ്രാവശ്യം, സ്ട്രെയിറ്റ് കട്ട് ആൻഡ് കട്ടൻ ബാങ്ക്സ് ആണ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത്, അക്ഷയ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തന്നിട്ടുള്ളൂ. അത് എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് നമുക്ക് ഈ ബ്ലോ ഡ്രൈ കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഹെയർ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട ഒന്നാണ്. ഇപ്പോൾ വീക്ക്ലി 2 ടൈംസ് ഒക്കെ കുളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ബോഡി വാഷിൻ്റെ കാര്യമല്ല, ഹെയർ വാഷിൻ്റെ കാര്യമാണ്. ഹെയർ വാഷിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കാരണം നമ്മുടെ നാച്ചുറൽ ഓയിൽസൊക്കെ നമ്മുടെ ഹെയറിലോട്ട് വരണം, നല്ല രീതിയിൽ കോംബ് ചെയ്യണം. പിന്നെ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണർ ആൻഡ് ഓയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഷാമ്പൂ യൂസ് ചെയ്താൽ മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണം. ആ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഹെയറും ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെ സ്കാൾപ്പും ഡിഫറെൻ്റാണ്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അഥവാ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ എൻ്റെ അടുത്ത് ചെന്ന് ഏതായിരിക്കും നമുക്ക് സ്യൂട്ടെന്നുള്ള കണ്ടീഷണർ, ഷാമ്പു, ഓയിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഫൈനൽ ലുക്കായി അക്ഷയ. ബ്ലോ ഡ്രൈ ഒക്കെ പുള്ളി ചെയ്തു, സൂപ്പറായിട്ട് ചെയ്തു. അപ്പോൾ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. സീരിയസ്ലി നമ്മളെല്ലാവരും ഒരേപോലെ പറഞ്ഞു വാവ് എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീട്ടിൽ വന്നിട്ടാണെങ്കിലും വീട്ടുകാർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ആ പുള്ളി ചെയ്തു. ആ പുള്ളിക്ക് പ്രത്യേകം താങ്ക്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അക്ഷയുടെ കുറേ നമ്മൾ ഫ്രഷ്ലി കട്ട് ഹെയർ വെച്ചിട്ട് കുറേ ഷോ ഓഫൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാണുക.